ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. വാർഷികാഘോഷമൊന്നുമല്ല, എന്നാലും എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അതിനിടയിലാണ് ചുമ പിടിച്ചപ്പോൾ ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ പോയി മുടിയും വെട്ടി. അപ്പോൾ പലർക്കും ഇങ്ങനെ ചുമ പിടിക്കുന്നുണ്ട്, ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. പിടിച്ചവർക്കൊക്കെ പെട്ടെന്ന് മാറട്ടെ. നമ്മുടെ വീഡിയോയുടെ കാര്യം പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത്താണ് ഇവിടെ വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ വീഡിയോസ് ചെയ്യുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. ചെറിയ പിള്ളേർ പടക്കം പോലെ വന്ന് എന്തോ 2 സെക്കൻഡ് ചെയ്തിട്ട് ഫുള്ള് വൈറലാണ്. വൈറൽ കണ്ടൻറ്റുകൾ തേടി ഓടുന്നൊന്നുമില്ല. സ്വന്തമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമുക്ക് കണ്ട ആഹാ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്, ഈ 2 മിനിറ്റ് 3 മിനിറ്റ് ചെയ്യുന്നൊക്കെ ഇത്രയും ലെങ്തോന്നാണ്. ഞാനപ്പോൾ വിചാരിച്ചു 2K കിഡ്സിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നാട്ടുകാരനായിട്ടുള്ള, നമ്മൾ വളരെ ബഹുമാനിക്കുന്ന സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ടുള്ള ഏകദേശം 10-60 വയസ്സുള്ള ഒരു അണ്ണൻ്റെ അടുത്ത് വീഡിയോ കാണിച്ചിട്ട്, അണ്ണ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. മൂപ്പര് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോസ് ചെയ്തിട്ടിടാ, നിൻ്റെ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട്? നമ്മുടെ 4 മിനിറ്റ്. മനുഷ്യൻ കാണോടാ വീഡിയോ എന്നാണ് ആൾ പറയുന്നത്. ആക്ച്വലി ഞാൻ നമ്മുടെ വണ്ടികളുടെയൊക്കെ ആണെങ്കിൽ ബൈജു ഏട്ടൻ, നമ്മുടെ യാത്രകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ സന്തോഷ് ഏട്ടൻ, പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ അലക്സ് പ്ലെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചങ്ങാതിയാണ്. ഈ നമ്മുടെ സമകാലികമായിട്ടുള്ള ആഗോളതലത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന അലക്സ് പ്ലെയിൻ എന്നുണ്ട്, അലക്സിൻ്റെ ഒരു പരിപാടി. ഇതൊക്കെ 15, 30, 45 മിനിറ്റ് വരെയുള്ളത് ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അത് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല, എങ്ങനെയാണ് ഈ 3 മിനിറ്റ് ചെയ്യുന്ന വീഡിയോ വെരി ലെങ്തി ആയി പോകുന്നതെന്ന്. എന്തായാലും നമുക്കിങ്ങനെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പിടികിട്ടണമെന്നില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വൈറൽ കണ്ടൻറ്റുകൾ തേടി പോകാനല്ല. വൈറൽ കിട്ടുന്നതിലോ നമുക്കിതൊക്കെ ചെയ്ത് മോണിറ്റൈസേഷനെ കുറിച്ച് പൈസ കിട്ടുന്നതൊക്കെ സന്തോഷമാണ്, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി വൈറൽ കണ്ടൻറ്റുകൾ മാത്രം തേടി പോവാതെ നമ്മളിഷ്ടപ്പെടുന്ന, നമ്മളെ വീണ്ടും ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന കണ്ടൻറ്റുകൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല സബ്ജക്റ്റുകൾ കൊണ്ടുവന്ന് കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കുറേ നോളജ് കിട്ടിയില്ലെങ്കിലും കുറച്ച് നല്ലൊരു മൊമെൻറ്റ് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മേ ബി ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ വളരെ ഈ നമ്മൾ ഒരു ആവശ്യമായ ഒരു കാര്യം മാത്രം പ്രസക്തമായ എന്നൊക്കെ പറയില്ല, ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു അല്പസമയമൊക്കെ ക്ഷമയോടുകൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കാണുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് സ്നേഹം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എന്നെപ്പോലെ ചുമ പിടിച്ചവർക്കൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നെ നന്ദി, നമസ്കാരം.